4 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അഗ്രഹാര തെരുവീതിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കൽപ്പാത്തിക്കാർ, മലയാളികൾ എത്തിച്ചേർന്നിരിക്കുന്ന ദിവസം കൂടിയാണിത്. സാധാരണയിൽ കവിഞ്ഞ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. അല്പനിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം, കാത്തിരുന്ന സംഗമം, ദേവരഥ സംഗമം, അത് കാണാനായി എല്ലാവരും കാത്തിരിക്കുകയാണ് ആകാംക്ഷാപൂർവം. നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും തന്നെ കൽപ്പാത്തിയിലെ ആ തിരക്കിൽ, ആവേശത്തിൽ അലിഞ്ഞലിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ സമയമായില്ലേ ഈ ദേവരഥ സംഗമത്തിന്? സമയം ഏതാണ്ട് ഒരു 6:30 മണി കഴിയുമെന്നാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനിയും 3 രഥങ്ങൾ അഗ്രഹാര വീതിയിലൂടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പുറപ്പെട്ട് അങ്ങ് മന്തക്കര മഹാഗണപതിയെ വണങ്ങി തിരിച്ച് വരേണ്ടതുണ്ട്. മന്തക്കര മഹാഗണപതി അടക്കം 2 തേരുകൾ, 2 രഥങ്ങൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന് സമീപത്തേക്ക് പോയിട്ടുണ്ട്. അത് മന്തക്കര മഹാഗണപതി മാത്രം അവിടെ തുടരുകയും മറ്റ് 5 രഥങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ച. അതിനുശേഷമായിരിക്കും നമ്മളുടെ അഭിലാഷ് തരുവങ്കോട് പകർത്തുന്ന ഈ മനോഹരമായ ആ ഫ്രെയിമിലേക്ക്, ആ അസ്തമയ സൂര്യൻ അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഫ്രെയിമിലേക്ക് ആ രഥങ്ങളെല്ലാം തന്നെ വരിക. ആ രഥങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഇവിടെ ദേവരഥ സംഗമം നടക്കുക. അത് കൽപ്പാത്തിക്കാരുടെ പിന്നീടുള്ള 1 വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ഇതാ ഒരു രഥം കൂടി ഇന്നത്തെ അഗ്രഹാര വീതിയെ വലം വെക്കാനായി കടന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ ആവേശം, അതിലുപരി ഭക്തിസാന്ദ്രം എന്നൊക്കെ നമുക്ക് നിസ്തർക്കം ഈ അഗ്രഹാര വീതിയിലിരുന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഉള്ളത്. എന്തായാലും ഇത്തവണ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ അഭൂതപൂർവമായ ഒരു ജനത്തിരക്ക് തന്നെയാണ്. അത് നേരത്തെ സ്മിത പറഞ്ഞതുപോലെ കൽപ്പാത്തിക്കാർ മാത്രമല്ല, മലയാളികൾ, അതുപോലെ തന്നെ വിദേശികൾ, ഉത്തരേന്ത്യക്കാർ, തമിഴ്നാട്ടുകാർ, അങ്ങനെ പല പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാത്തതിന് തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. സ്ഥാനാർത്ഥികളെല്ലാം ഓരോ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. അവർക്ക് ഏറ്റവും പ്രധാനം ഇന്ന് മുഴുവൻ പാലക്കാട്ടുകാരെയും ഇവിടെ വന്നാൽ കാണാം. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ വന്ന് കാണാമെന്ന് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളും, പാലക്കാട് മണ്ഡലത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഈ കൽപ്പാത്തിയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അവർ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 3 രഥങ്ങൾ കൂടി കടന്നുപോയതിനു ശേഷം അഗ്രഹാര വീതിയിലൂടെ വീണ്ടും തിരിച്ച് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിച്ചേരും ഈ 3 രഥങ്ങൾ. അതിനുശേഷം ദേവരഥ സംഗമം. പക്ഷേ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഒരുപക്ഷെ സാധാരണ അങ്ങനെ കിട്ടാറില്ല. വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് അസ്തമയ സൂര്യൻ അതിൻ്റെ ഒരു ചെങ്കിരണങ്ങളൊക്കെ ഏറ്റ് വാങ്ങിക്കൊണ്ട് ഈ രഥങ്ങളുടെ ദൃശ്യം നമുക്ക് സാധാരണ അങ്ങനെ ദേവരഥ സംഗമത്തിൻ്റെതായി ലഭിക്കാറില്ല. സാധാരണ അത്തരത്തിൽ ആയിരിക്കില്ല. കാരണം ഒന്ന് ഇരുട്ടി, ഒരു 6:30 മണിയോടുകൂടി മാത്രമേ ഇങ്ങോട്ട് ഈ രഥങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. ഇനി 3 രഥങ്ങളുണ്ട്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, അതുകൂടാതെ അപ്പുറത്ത് ഗണപതി, അതേ ക്ഷേത്രത്തിൻ്റെ തന്നെ ഗണപതിയുടെ രഥമുണ്ട്. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥമുണ്ട്. ഈ 3 രഥങ്ങൾ കൂടി അപ്പുറത്തോട്ട് അഗ്രഹാര വീതിയിലേക്ക്, മന്തക്കര മഹാഗണപതിയുടെ പരിസരത്തേക്ക്, ആ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന അതിമനോഹരമായ നയനസുന്ദരമായ കാഴ്ച. ഇതാണ് കൽപ്പാത്തിയുടെ ട്രഡീഷൻ, അല്ലെങ്കിൽ കൽപ്പാത്തിയുടെ സംസ്കാരം. പാലക്കാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിനോടൊപ്പം അടയാളപ്പെടുത്താവുന്ന പാലക്കാടിൻ്റെ ഒരു ട്രഡീഷൻ. ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഈ ജനസാഗരം ഇങ്ങോട്ട് ഇരമ്പിയാർത്ത് എത്തുന്നത്. നേരത്തെ താഴെ പ്രജിനും പ്രവിതയും ഒക്കെ നിൽക്കുന്ന സമയത്ത് അവരൊക്കെ ആദ്യത്തെ അവരുടെ കൽപ്പാത്തി രഥോത്സവമായിരുന്നു. സ്വാഭാവികമായി അവരൊക്കെ താഴെ നിൽക്കുന്ന സമയത്ത് വലിയ തിരക്കായിരുന്നു. ആ രഥം വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ ഇടയിലേക്ക് അവർ ഗണപതിക്ക് ജയ് വിളിക്കുന്നുണ്ട്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി വിളിക്കുന്നുണ്ട്, ഓം നമഃ ശിവായ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഭക്തിസാന്ദ്രം ഒരു ഭാഗത്ത് എന്നതിനപ്പുറത്തേക്ക് ജാതിമത ഭേദമന്യേ വിവിധ ആളുകൾ ഇത് കാണാനായി, ഈ സംസ്കാരം എന്താണ് എന്നത് കാണാനായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച. എന്തായാലും അല്പം വൈകിക്കഴിഞ്ഞു. ദേവരഥ സംഗമം എന്ന മലയാളിയുടെ മനസ്സിലെന്നും ഓർമ്മിക്കുന്ന ആ ഒരു ഫ്രെയിമിലേക്ക് ഈ കൽപ്പാത്തി അഗ്രഹാരവും ആ മേഖലയും വരണമെങ്കിൽ ഒരുപക്ഷെ ഇരുട്ടാകും. ആ ഇരുട്ടിൻ്റെ ആ ഒരു മായിക കാഴ്ചയിൽ തന്നെയായിരിക്കും, പുറത്തേക്കുള്ള വെളിച്ചത്തിൽ തന്നെയായിരിക്കും അത് കാണാൻ കഴിയുക. എന്തായാലും തേരുകൾ എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അത് ഇപ്പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സൂര്യൻ അസ്തമിക്കുന്നു. കൽപ്പാത്തിപ്പുഴയ്ക്ക് അപ്പുറത്ത്, നിളയ്ക്കും അപ്പുറത്ത് സൂര്യാസ്തമയം നടക്കുന്നു. ആ സൂര്യാസ്തമയത്തിന് ശേഷമാണ് അവിടെ ഈ രഥങ്ങളുടെ സംഗമം നടക്കുക. ത്രിസന്ധ്യ എന്നാണ് ആ സമയത്തിന് പറയുക. അപ്പോൾ ഈ പറയുന്ന
പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യ. ഇപ്പോൾ പ്രദോഷസന്ധ്യ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ വിശ്വാസികളെ സംബന്ധിച്ചും ക്ഷേത്ര ആചാരവും ഒക്കെ സംബന്ധിച്ചപ്പോൾ പ്രദോഷസന്ധ്യയിലാണ് ദേവരഥ സംഗമം എന്നാണ് അവിടുത്തെ ഐതിഹ്യം. ഈ പ്രദോഷ സന്ധ്യാസമയത്താണ് ഈ ക്ഷേത്രങ്ങളിൽ ദീപാരാധന എന്ന ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ആ ദീപാരാധന ചടങ്ങ് നടക്കുന്ന സമയത്ത് രഥങ്ങൾ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്ര ആ ഭാഗത്തേക്ക് മുഴുവൻ രഥങ്ങളും എത്തും. അതാണ് ആ സമയമാണ് സംഗമം ദേവരഥ സംഗമം നടക്കുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റം നടന്ന ഒരു സ്ഥലമാണ് കൽപ്പാത്തി. ആ കൽപ്പാത്തി അഗ്രഹാരത്തിന് നടുവിലൂടെയുള്ള ഒരു പരമ്പരാഗത വഴിയാണ്. ആ ദൃശ്യമാണ്, ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ഈ ഒരു 4 ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ അഗ്രഹാര തെരുവ് തന്നെ, അതിൻ്റെ രൂപവും അതിൻ്റെ ഘടനയും ഒക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശനാഥനായ വിശാലാക്ഷി സമേത വിശ്വനാഥൻ തന്നെയാണ്. ആ ക്ഷേത്രത്തിന് ചുറ്റുമായി ഈ 4 തമിഴ് ബ്രാഹ്മണ ഗ്രാമങ്ങൾ, പരമ്പരാഗത ഗ്രാമങ്ങളാണുള്ളത്. ഇപ്പോഴത് പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം, അങ്ങനെ 4 തമിഴ് ബ്രാഹ്മണ ഗ്രാമങ്ങൾ അടങ്ങിയതാണ് യഥാർത്ഥത്തിൽ കൽപ്പാത്തി എന്ന് പറയുന്ന ആ ഒരു അഗ്രഹാര തെരുവ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൂരെ കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നുണ്ട്. കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ഈ അഗ്രഹാര തെരുവുള്ളത്. ഭൂമിശാസ്ത്രപരമായി സവിശേഷതയുള്ള ഒരു സ്ഥലം, പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ്. ചുറ്റും കാർഷിക മേഖലയാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അപ്പം അതിൻ്റെ ആകാശ ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം, ചുറ്റും പച്ചപ്പാണ്. പാലക്കാടിൻ്റെ തനതു സ്വഭാവം അത് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ അതിൻ്റെ പരമ്പരാഗതമായ ആ ഗ്രാമത്തിൻ്റെ ഭംഗി ഒട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്നു. ആധുനികത അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. അവരൊക്കെ ഏറ്റവും ആധുനികമായ ജീവിത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. വീടുകളിലൊക്കെ വാഹനങ്ങൾ, കാറുകളൊക്കെ ഉണ്ട്. അതിൽ അധികവും വിദ്യാസമ്പന്നർ, കേരളത്തിനും രാജ്യത്തിനും പുറത്ത് ഉന്നത ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ പക്ഷേ അവർ താമസിക്കുന്ന അവരുടെ വാസസ്ഥലം അത് അഗ്രഹാരത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ ആ പ്രൗഢിക്ക് ഇണങ്ങുന്ന മട്ടിൽ തന്നെയാണ്. അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും ആരും സൃഷ്ടിച്ചിട്ടില്ല. അതിൻ്റെ ആകാശ ദൃശ്യം കാണുമ്പോഴറിയാം. അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് വൈകാതെ എത്തുമെന്ന് ഞാൻ കരുതുന്നു. ആ സമയത്ത് ഇതാ നോക്കുക. അപ്പോൾ ആ അഗ്രഹാരത്തെരുവ് അതിൻ്റെ തനതായ സൗന്ദര്യം ഇതാണ്. ഏതാണ്ട് എല്ലാം ഒരേപോലെയുള്ള കെട്ടിടങ്ങളാണ്. തൊട്ട് ഒഴുകുന്നതാണ് കൽപ്പാത്തിപ്പുഴ. കൽപ്പാത്തിപ്പുഴ ഒഴുകി താഴേക്കൊഴുകി അങ്ങ് ദൂരെ ഭാരതപ്പുഴയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ കൽപ്പാത്തിപ്പുഴയ്ക്ക് അവിടെ അതിൻ്റെ തനതായ സൗന്ദര്യത്തോടിൽ കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നു. ആ 4 ഗ്രാമങ്ങൾ ചേർന്ന് കിടക്കുന്നു. ആ 4 ഗ്രാമങ്ങൾക്കും 4 ഗ്രാമദേവതകളുണ്ട്. ആ ഗ്രാമദേവതകളെയും ആ ഗ്രാമങ്ങളെയും കേന്ദ്രീകരിച്ചാണ് കൽപ്പാത്തിക്കാരുടെ സാംസ്കാരിക ജീവിതം എന്ന് പറയാം. അവരുടെ ദൈനംദിന ജീവിതവും അതുമായി ചേർന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ സാംസ്കാരിക ജീവിതം പൂർണ്ണമായും ഈ ക്ഷേത്രം, ഈ ഗ്രാമം, ആ 4 ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ വാർഷിക ഉത്സവമാകുമ്പോൾ സ്വാഭാവികമായും അത് ഗ്രാമോത്സവം തന്നെയാണ്. അതുകൊണ്ടാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഓണത്തിനോ വിഷുവിനോ വരാത്ത ആളുകൾ ഈ ദിവസം അവിടേക്ക് എത്തുന്നത്. അതൊരു ഗ്രാമത്തിൻ്റെ ഉത്സവമായതുകൊണ്ടാണ്. അപ്പോൾ ആ ഗ്രാമം അതിൻ്റെ ദേശീയ ഉത്സവം ആഘോഷിക്കുന്ന അവസരമാണ്. മുഴുവൻ ആളുകളെയും അവരവിടേക്ക് ഈ ദിവസം ക്ഷണിക്കാറുണ്ട്. അവരുടെ തനതായ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ കൽപ്പാത്തിയുടെ പ്രത്യേകതയും അതുതന്നെയാണ്. അപ്പോൾ അതൊരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ കൂടിയാണ് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെയല്ലേ അതിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം നമ്മൾക്ക് പകർത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വശത്തു കൂടെ നല്ല മനോഹരിയായ കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നു. നിളാനദിയുടെ കൈവഴി തന്നെയാണ് കൽപ്പാത്തിപ്പുഴ. അതിൻ്റെ തൊട്ടടുത്താണ് ഈ അഗ്രഹാരങ്ങളെല്ലാം ചേർന്ന്. ഒരുപക്ഷെ ഇനിയുള്ള കാലമൊക്കെ ഓരോ ആധുനികതയും വികസനവും ഒക്കെ വരുമ്പോൾ മൺമറഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ അപൂർവമായ കാഴ്ചകളായി മാറിയേക്കാവുന്ന, പക്ഷേ ശരിയാണ്, അവരെല്ലാ വികസനങ്ങൾക്കിടയിലും നിന്നുകൊണ്ട്, എല്ലാ അഭിവൃദ്ധിക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ പാരമ്പര്യവും പൈതൃകവും അതിൻ്റെ സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എവിടെ കാണാനാകും ഇത്ര മനോഹരമായൊരു കാഴ്ച? ആ മനോഹരമായ കാഴ്ച നമ്മുടെ ടീം അംഗങ്ങൾ, ക്യാമറമാൻമാർ അത്രയും ഭംഗിയായി തന്നെ ഒപ്പിയെടുത്തിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ കാത്തിരുന്ന ദേവരഥ സംഗമം കാണാം. ആ കാഴ്ചയ്ക്കായി കാത്തിരിക്കുക. നമ്മളൊരു ഇടവേളയ്ക്ക്